നമസ്കാരം. ഇന്നത്തെ സിമ്പിൾ റെസിപ്പി ചീരത്തോരനാണ്. വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചച്ചീര ചെറുതായി അരിഞ്ഞത്, തേങ്ങ ചിരകിയത് ആവശ്യത്തിന്, 2 പച്ചമുളക് നെടുകെ കീറിയത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കടുക്. പച്ചച്ചീര ലഭ്യമല്ലെങ്കിൽ ചുവന്ന ചീരയെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ പച്ചമുളക് ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. എനിക്കിവിടെ പറയാനുള്ളത്, ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് ഏകദേശം 2 മണിക്കൂർ മുമ്പ് ചീരയില നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെള്ളം ഡ്രെയിൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അരിയുകയാണെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അരിഞ്ഞെടുക്കാൻ സാധിക്കും. അതുകൂടാതെ ഈ ചേരുവകളെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്യാനും, അതായത് കുഴഞ്ഞു പോകാതെ മിക്സ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ഈ ചീര തേങ്ങ ചിരകിയതും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചിരകിയതും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തു. പിന്നെ പച്ചമുളക് ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടി വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. അതുപോലെ ഉപ്പ് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി, കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് മിക്സ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ സോഫ്റ്റായിട്ട് ഇത് മിക്സ് ചെയ്താൽ മതി. അധികം ബലം പ്രയോഗം ആവശ്യമില്ല, കാരണം അധികം ബലം പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് വല്ലാണ്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. അങ്ങനെ ചേരുവകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് കുഴഞ്ഞു പോയിട്ടില്ല. നോക്കൂ, ഇലകളെല്ലാം വെവ്വേറെ തന്നെ ഇരിക്കുന്നു. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഏകദേശം 15 മിനിറ്റോളമായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഒരു ചീനച്ചട്ടി എടുത്തു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ 2 പച്ചമുളക് നെടുകെ കീറിയത് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. 1 സ്പൂൺ എണ്ണ ചേർക്കാം. അടുത്തതായിട്ട് ആവശ്യത്തിന് കടുക്. ഇതിലോട്ട് നമുക്ക് ഈ ചീര ചേർക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇത് ശ്രദ്ധിക്കുക, ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്താൽ മതി. ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞു. ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിന് മൂടി വെച്ച് വേവിക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട്
ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. വീഡിയോ അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് മറ്റൊരു ദിവസം.